السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം സമ്പൂർണവും സമാധാനവുമാണ്. മനുഷ്യന് അവൻ്റെ ഭൗതിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും ഒരുപോലെ വിജയം നൽകുവാനും സന്തോഷം നൽകുവാനും മാനുഷികമായ അവൻ്റെ ആവശ്യങ്ങൾ ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ പൂർത്തീകരിക്കുവാനും ഉതകുന്ന ഒരു ജീവിത ശൈലിയാണ്, നിയമസംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലോകത്ത് കടന്നുപോയ മുഴുവൻ മനുഷ്യരാശിക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇനി വരാനിരിക്കുന്ന ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിയമസംഹിതകൾ ജീവിക്കുവാനായി നൽകിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ഈ പ്രപഞ്ചത്തിൽ അനേകം വരുന്ന സൃഷ്ടിജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മനുഷ്യരെന്ന് പറയുന്നവർക്ക് പ്രത്യേകമായ ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മനുഷ്യനെ ആദരിക്കുകയും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും കടലിലും കരയിലും മനുഷ്യൻ സഞ്ചരിക്കുകയും അവൻ്റെ ഉപജീവനം കണ്ടെത്തുകയും ചെയ്യുന്നതോടൊപ്പം മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ ഫദ്ല്, വിവേകം, വിവേചന ബുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ ചിന്തകളെയും കൃത്യമായി ഏത് രൂപത്തിലാണ് അതായിത്തീരേണ്ടത് എന്ന് ഇസ്ലാം അവന് മുന്നിൽ കൃത്യമായ മാർഗദർശനങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. ഖാല അല്ലാഹു അസ്സ വജൽ ഇന്ന അദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിത ദർശനമായി, അവരുടെ മതമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമാകുന്നു. ആ ഇസ്ലാമിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഭൗതിക ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായ സമാധാനത്തിനുള്ള ഉപാധിയും മരണാനന്തര ജീവിതത്തിലെ അവർക്ക് ലഭിക്കേണ്ടതായ സമാധാനത്തിനുള്ള ഉപാധിയുമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇലാ ദാരിസ്സലാം, അങ്ങേയറ്റം സമാധാനമുള്ള ശാന്തതയുള്ള ഒരു ദാറിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരാശിയെയും ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. യാതൊരർത്ഥത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ആ സ്വർഗത്തിലേക്ക് അവൻ കടന്നു ചെല്ലണമെങ്കിൽ അല്ലാഹുവിൻ്റെ ഹിദായത്ത് അവൻ സ്വീകരിച്ചിരിക്കണമെന്നുള്ളതാണ്. അതാണ് വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. മനുഷ്യരാശിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള പാത തിരഞ്ഞെടുക്കാനുള്ള തൗഫീഖ് അവന് നൽകുകയും ചെയ്യുന്നു.
ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം അവൻ്റെ ജീവിതത്തിലെ എല്ലാ നിബിഡമായ മേഖലകളും പരാമർശിക്കുന്ന ഒരു നിയമ സംഹിതയാണ്. ആ നിയമങ്ങളെ അവൻ പാലിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ നേരായ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുവാനും അതുവഴി എന്നെന്നും ശാശ്വതമായ ശാന്തമായ സമാധാനമുള്ള യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതില്ലാത്ത സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സ്വഹാബാക്കളെല്ലാം തന്നെ എത്ര അധർമ്മകാരികളുടെ മുമ്പിൽ ചെന്നുകൊണ്ടും അക്രമകാരികളുടെ മുമ്പിൽ ചെന്നുകൊണ്ടും ഈ സന്മാർഗ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് മാർഗദർശനമായി അയച്ചതാണ് എന്നും ഇത് നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്നും നിങ്ങളിൽ നിന്ന് ഭൗതികമായി ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് നിങ്ങളെ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്, ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നവരോട് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. മഹാനായ സ്വഹാബി വര്യൻ റബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖാദിസിയ്യ യുദ്ധത്തിന്റെ വേളയിൽ പേർഷ്യൻ രാജാവായ റുസ്തമിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ റുസ്തം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അൻത അമീറുഹും, എന്റെ മുന്നിൽ വന്നുകൊണ്ട് കാര്യം സംസാരിക്കാൻ അവരുടെ അമീറാണോ നീ എന്ന് റുസ്തം ചോദിക്കുകയാണ്. റബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അമീറൊന്നുമല്ല, മറിച്ച് അവർക്കിടയിലുള്ള ഒരു സാധാരണക്കാരൻ മാത്രമാണ്, പക്ഷേ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് ഉറച്ച സ്വരത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനാ ബിൽ ഹഖ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് യഥാർത്ഥമായ സത്യസന്ധമായ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രബോധനത്തിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ മനുഷ്യപൂജയിൽ നിന്ന് സൃഷ്ടിപൂജയിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ വഴി നടത്താൻ, അവർക്ക് സന്മാർഗദർശനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. വമിൻ ദീഖി ദുനിയാ ഇലാ സഅതിഹാ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കുടുസായ ജീവിതത്തിൽ നിന്ന്, ഈ ദുനിയാവിന്റെ കുടുസിൽ നിന്ന് ഈമാനിന്റെ വിശാലതയിലേക്ക് നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, വികലമായ പല വിശ്വാസങ്ങളും ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉച്ചനീചത്വങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും പരസ്പരമുള്ള അരുതായ്മകളിൽ നിന്നും ഇസ്ലാമിന്റെ നീതിയിലേക്ക്, ഇസ്ലാമിന്റെ സമാധാനത്തിലേക്ക്, ഇസ്ലാമിന്റെ സമത്വത്തിലേക്ക് ജനങ്ങളെ വഴി കാണിക്കുവാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അവിടെ റുസ്തം തങ്ങൾക്ക് ചുറ്റും വരുന്ന ഏത് പ്രദേശങ്ങളും സൈന്യത്തെ അയച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്ന, അവരുടെ സമ്പത്തും മറ്റും കവർന്നെടുക്കുന്ന എല്ലാ തരത്തിലുള്ള സൈനിക ശക്തിയുമുള്ള റുസ്തമിനെ പോലെയുള്ള ഒരു ഭരണാധികാരി, ഒരു സ്വേച്ഛാധിപതി, ആ സ്വേച്ഛാധിപതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് റബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സത്യത്തിന്റെ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ എത്ര സമയം ആവശ്യമാണ്? അയാൾ പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? വീണ്ടും റുസ്തം പറയുകയാണ്, എത്ര സമയമാണ് നിങ്ങൾ നൽകുന്നത്? റബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചതുപോലെ എത്രയും സമയം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയില്ല. കാരണം ഈ ഭൂമിയിൽ അനീതിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, മാത്രമല്ല ആളുകളെ ചൂഷണം ചെയ്യുന്ന വികലമായ വിശ്വാസങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കി ഏറ്റവും നല്ല സമത്വത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും സന്ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ കൂടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്,
3 ദിവസം നിങ്ങൾക്ക് സമയം നൽകുവാനാണ്. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ അക്രമങ്ങളും അനീതിയും ആളുകളെ അടിമപ്പെടുത്തുന്നതായ നിങ്ങളുടെ ചെയ്തികളും തുടരണോ വേണ്ടയോ, അതല്ല സമാധാനത്തിന്റെയും നന്മയുടെയും ഏകദൈവ വിശ്വാസത്തിന്റെയും പാത അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുകയാണ്. അവിടെ റുസ്തം തൻ്റെ കൂടെയുള്ള ആളുകളോട് റബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഒരു അമീറിന്റെ വസ്ത്രം, അതല്ലെങ്കിൽ വലിയ ആഢ്യത്വമുള്ളൊരു മനുഷ്യന്റെ വസ്ത്രമൊന്നും ധരിച്ചു വന്നൊരു മനുഷ്യനായിരുന്നില്ല. പക്ഷെ സാധാരണക്കാരനായ ആ മനുഷ്യൻ പറഞ്ഞ അവന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്, ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവൻ പറയുന്നതിൽ അവന് കൃത്യമായ സ്ഥൈര്യത്തോടു കൂടിയാണ് അവന് സംസാരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തോ അതിനൊരു വശീകരണ ശക്തിയുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാം ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസം സ്വീകരിക്കുന്ന സന്മാർഗകാംക്ഷികളായ ആളുകളുടെ മിത്രമാണ്, അവരുടെ വലിയാണ്, അവരുടെ രക്ഷാധികാരിയാണ്, അവരുടെ ഉറ്റമിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി തുറന്നു കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ മറിച്ച് സത്യനിഷേധികളായ ആളുകൾ, അക്രമകാരികളായ ആളുകൾ, അനീതിയുടെ വക്താക്കൾ, അവരുടെ മിത്രമെന്ന് പറയുന്നത് ദുർമൂർത്തികളാണ്. അവരവരെ വെളിച്ചത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിലെ ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാലും 5 കാര്യങ്ങളെ സംരക്ഷിക്കുന്നതായിട്ടാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് വന്നിട്ടുള്ളത്. അതിനാ ദറൂറിയാത്തുൽ ഖംസ്, സുപ്രധാനമായ സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങൾ എന്ന് പറയും. അതിലേറ്റവും സുപ്രധാനം ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസരംഗത്ത് അവന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതായ എല്ലാ അധർമ്മങ്ങളിൽ നിന്നും, എല്ലാ അർത്ഥത്തിലുള്ള അടിമത്വത്തിൽ നിന്നും, വിശ്വാസപരമായ മനുഷ്യന്റെ ബന്ധനങ്ങളിൽ നിന്നും ഇസ്ലാം അവനെ സ്വതന്ത്രനാക്കി. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് അലാ ഇന്ന അബാകും വാഹിദ് വ ഇന്ന ഇലാഹകും ലവാഹിദ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്, എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, ആദമാകട്ടെ അവൻ മണ്ണിൽ നിന്നുള്ളവനാണ്. എല്ലാവരുടെയും രക്ഷിതാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു. അതുകൊണ്ട് ആർക്കും വിധേയപ്പെടാതെ, ആരുടെ മുന്നിലും മനുഷ്യൻ തന്റെ വിശ്വാസം അടിയറവ് പറയാതെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ വിശ്വസിക്കുകയും അവന് മാത്രം ഇബാദത്ത് ചെയ്ത് അവന് മാത്രം ആരാധനകൾ അർപ്പിച്ച് ഒരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായി മുഴുവൻ മനുഷ്യരും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവരായി ജീവിക്കുന്നവരായിരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ആ ഒരു ആശയത്തിലേക്കാണ് ഇസ്ലാം മുഴുവൻ മനുഷ്യരാശിയെയും ക്ഷണിക്കുന്നതും ക്ഷണിച്ചിട്ടുള്ളതും. മാത്രമല്ല, ലോകത്ത് കടന്നുപോയ എല്ലാ അമ്പിയാക്കളും വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തീങ്ങളിലേക്കും നാം ഒരു നബിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗിച്ച അമ്പിയാക്കളുടെ എല്ലാം നിയോഗ ദൗത്യം എന്തായിരുന്നു? അനിഅബ്ദുല്ലാഹ് വജ്തനിബുത് ത്വാഗൂത്ത്, ദുർമൂർത്തികളെ വെടിഞ്ഞുകൊണ്ട് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതായിരുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നതായ കാര്യം. അപ്പൊ വിശ്വാസപരമായ ചൂഷണങ്ങളിൽ നിന്ന് ആളുകളെ വിശ്വാസപരമായി ചൂഷണം ചെയ്യുകയും സൃഷ്ടികൾക്ക് മുമ്പിൽ അവരെ തളച്ചിടുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സൃഷ്ടികളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ആവലാതി പറയുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മുക്തരാക്കി, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പറയുന്ന, പ്രപഞ്ച സൃഷ്ടാവിനോട് മാത്രം പറയുന്നവരാക്കി തീർക്കുകയും ചെയ്തതാണ് ഇസ്ലാം മനുഷ്യരാശിയോട് ചെയ്തതായി ഏറ്റവും വലിയ അനുഗ്രഹപരമായ കാര്യം. മാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലേ? അദ്ദേഹം ഒരു യുവാവായിരുന്നു.
ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുവാവ് അവിടെയുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ആ നാട്ടിലെ ആളുകൾ പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തെല്ലാമാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവരെ നിങ്ങൾ കണ്ടില്ലയോ? എത്രമാത്രം ദുർബലരായ സൃഷ്ടികളെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ആ വിശ്വാസവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവല്ലാതെ ആരാധ്യനായി ആരും തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആരാണവൻ എന്നറിയുമോ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് സന്മാർഗം കാണിച്ചു തരികയും ചെയ്തവൻ. അല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകിയവൻ, എനിക്ക് പാനീയം നൽകിയവൻ. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശമനം നൽകുന്നവൻ എന്നിങ്ങനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മുഴുവൻ മനുഷ്യർക്കും ഏകനായ ഒരൊറ്റ സൃഷ്ടാവേയുള്ളൂ എന്നും ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അത് മുഴുവൻ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശമാണ് എന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് ഓരോ നാട്ടുകാർക്കും പ്രത്യേകമായ ദൈവങ്ങളും, ഓരോ ദേശക്കാർക്കും പ്രത്യേകമായ ദൈവങ്ങളും, ഓരോ ഗോത്രക്കാർക്കും പ്രത്യേകമായ ദൈവങ്ങളും, മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത പ്രത്യേക ദേശക്കാർക്ക് അവർക്ക് മാത്രമുള്ള പ്രത്യേക ദൈവങ്ങൾ, ഇതെവിടെ നിന്ന് മനുഷ്യർക്ക് ലഭിച്ചതാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതായ ഒരു സന്ദേശമല്ല, വിഭജിക്കുന്ന സന്ദേശമാണ്. വ്യത്യസ്ത ആരാധ്യന്മാരെ, വ്യത്യസ്ത സൃഷ്ടിജാലങ്ങളെ ആരാധ്യന്മാരായി സ്വീകരിച്ച് അവർക്ക് ഇബാദത്ത് വകവെച്ചു കൊടുക്കുക എന്നുള്ളത്, ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളത് മനുഷ്യരെ പരസ്പരം വേർതിരിക്കുന്ന, വിഭജിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഇസ്ലാം എല്ലാവരെയും ആർക്കും തർക്കമില്ലാത്തൊരൊറ്റ കാര്യത്തിലേക്ക് ക്ഷണിച്ചു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് നമ്മൾ ആരംഭിച്ച് പാരായണം ചെയ്തു നോക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്ന കൽപ്പന യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ നന്നാകുവാൻ വേണ്ടി, മനുഷ്യൻ നന്നാകുവാൻ വേണ്ടി നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവിൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമായി പരിശുദ്ധ ഇസ്ലാം സംരക്ഷിച്ചു വന്നത് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെയാണ്. രണ്ടാമതായി പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഒരു മനുഷ്യന്റെ ജീവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകിയ ഒരു മനുഷ്യന്റെ ആത്മാവിനെ മറ്റൊരാൾക്ക് ഹനിക്കുവാനുള്ള അവകാശമില്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതാണ് കൃത്യമായി വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാത്മാവിനെ ഒരു മനുഷ്യൻ ജീവിപ്പിക്കുന്ന പക്ഷം മുഴുവൻ മനുഷ്യരാശിയെയും അവൻ ജീവിപ്പിച്ചവനെ പോലെയാണ്. എന്നാൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു മനുഷ്യനെ അകാരണമായി അവന്റെ ജീവൻ മറ്റൊരാൾ ഹനിക്കുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യകുലത്തെയും കൊന്നൊടുക്കുന്നതിന് അത് സമാനമായ പാപമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അൽ ഖാതിലു ഫിന്നാർ, അൽ ഖാതിലു ഫിന്നാർ, അൽ ഖാതിലു ഫിന്നാർ. ഒരു മനുഷ്യനെ അനർഹമായി കൊല്ലുന്ന കൊലപാതകി അവൻ ഏറ്റവും ഉചിതമായത് നരകമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവൻ ഹനിക്കുന്നതായ, മനുഷ്യന്റെ ജീവനെ അപായപ്പെടുത്തുന്ന, അപകടപ്പെടുത്തുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. അനർഹമായി, അകാരണമായി മനുഷ്യന്റെ ജീവൻ ഒരിക്കലും തന്നെ ഹനിച്ചുകൂടാ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും കലഹങ്ങളും യുദ്ധങ്ങളും മോഹിക്കുന്ന ഒരു മതമാണോ?
ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ ജനഹു ലിസ്സിൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവർ നിങ്ങളോട് ഒരു സന്ധിക്ക്, സമാധാന കരാറിന് തയ്യാറാകുന്ന പക്ഷം നിങ്ങൾ ആ കരാറിന് തയ്യാറാകണം. അവരോട് യുദ്ധം ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് തന്നെ യുദ്ധമാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളുമായ ഒരു സമാധാന കരാറിന് തയ്യാറായി അവർ വരുന്ന പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഫജ്നഹ് ലഹാ, അത് നിങ്ങൾ സ്വീകരിക്കുകയും വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. മാത്രമല്ല, സത്യവിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ദാസന്മാർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി, അഹന്തയില്ലാതെ, അഹങ്കാരമില്ലാതെ, മറ്റുള്ളവരുടെ മേൽ മഹിമ നടിക്കാതെ, അഹങ്കാരമില്ലാതെ നടക്കുന്ന വിനയാന്വിതരായ അല്ലാഹുവിന്റെ ദാസന്മാർ, അവരാണ് വിശ്വാസികൾ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവിവേകികളായ ആളുകൾ അവരോട് അക്രമത്തിനോ അനീതിക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി വരുന്ന പക്ഷം ഖാലൂ സലാമ, അവരവരോട് പറയും സമാധാനം, സമാധാനം എന്ന് പറയുമെന്നാണ്. ഇവിടെയാണ് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയല്ല മനുഷ്യരെ നിയോഗിച്ചിട്ടുള്ളത്. വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ സമാധാനമുണ്ടായ ശേഷം, ഇസ്ലാഹ് ഉണ്ടായ ശേഷം, നിർഭയത്വം ഉണ്ടായ ശേഷം നിങ്ങൾ ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പുണ്യത്തിന്റെയും നന്മയുടെയും കാര്യത്തിൽ പരസ്പരം കൈകോർക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം. എന്നാൽ തിന്മയുടെയും അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും കൈകോർക്കരുതേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിലൂടെ ഇതേ ആശയം പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നിങ്ങൾ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ പോലും വലാ തഅതദു, അവരോട് നിങ്ങൾ അതിര് കവിഞ്ഞു പോകരുത്, നിങ്ങൾ അവരോട് അതിര് കവിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിങ്ങൾ അതിര് കവിയുന്ന പക്ഷം ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തുകയില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ വരികയാണ്. മുആഹദായ ദിമ്മിയായ ഒരാളെ മുസ്ലിമായ ഒരു മനുഷ്യൻ വധിച്ചു. ആ വധിച്ച കേസ് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ബദലുൽ ജിസിയത ലിതകൂന അംവാലുഹും കഅംവാലിനാ വദിമാഉഹും കദിമാവിനാ. അഥവാ അവർ നമുക്ക് ജിസിയ നൽകിയത് അവർക്ക് നിർഭയത്വത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അധീനതയിൽ വസിക്കുന്ന ആളുകൾക്ക് മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അവിശ്വാസികൾ നൽകുന്ന പണത്തിന് ജിസിയ എന്നാണ് പറയുക. ആ ജിസിയക്ക് പകരമായി അവരുടെ സമ്പത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ആ ഇസ്ലാമിക രാഷ്ട്രത്തിനുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ ധനത്തെ പോലെ അവരുടെ ധനത്തിന് സംരക്ഷണം ലഭിക്കാനും, നമ്മുടെ രക്തത്തെ പോലെ അവരുടെ രക്തത്തിന് സംരക്ഷണം ലഭിക്കാനുമാണ് അവർ നമുക്ക് ജിസിയ നൽകിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന അലിയൻ ഉതിയ ബിറജുലിൻ മിനൽ മുസ്ലിമീൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ. വിശ്വാസികളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ അവിടുത്തെ സംരക്ഷണം പറ്റിക്കൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിയെ, അമുസ്ലിമായ ഒരു വ്യക്തിയെ വധിച്ച മുസ്ലിമായ ഒരു വ്യക്തിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഫഖാമത് അലൈഹിൽ ബയ്യിന, തെളിവുകൾ പരിശോധിച്ചപ്പോൾ ആ വ്യക്തി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് അവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. ഫഅമറ ബിഖത്ലിഹി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വധിക്കണമെന്നും അവന് വധശിക്ഷ നടപ്പാക്കണമെന്നും അവിടെ വിധി പുറപ്പെടുവിക്കുകയാണ്. ഫജാഅ അഖൂഹു ഫഖാൽ ഇന്നി ഖദ് അഫൗതു, അവിടെ കൊല്ലപ്പെട്ട മനുഷ്യന്റെ സഹോദരൻ ആ സദസ്സിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മാപ്പ് നൽകാൻ വേണ്ടി തയ്യാറാണ്. ഫലഅല്ലഹും ഹദ്ദദൂക വഫറഖൂക,
അവിടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അരികിൽ വന്ന് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് അവരാരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്ന്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ കൊലപാതകിയായ മുസ്ലിമിന് വധശിക്ഷ വിധിച്ച വേളയിൽ അവിടെ വന്ന് ആ മനുഷ്യ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ പറയാ, ഞാൻ അയാൾക്ക് ഇതാ പുറത്തു കൊടുത്തിട്ടുണ്ട്, മാപ്പ് കൊടുത്തിട്ടുണ്ട്, അയാളെ വെറുതെ വിട്ടേക്കു എന്ന് പറഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അഹദ്ദദൂക്, നിന്നെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണോ നീ മാപ്പ് കൊടുത്തു എന്ന് പറയുന്നത്? ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ ഭീഷണി ഭയന്നാണോ നീ മാപ്പ് കൊടുത്തു എന്ന് പറയുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ലാ വലാകിന്ന ഖത്ലഹു ലാ യറുദ്ദു അലയ്യ അഖി, അല്ല മറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ മനുഷ്യന് വധശിക്ഷ നടപ്പാക്കിയാലും എനിക്കെന്റെ സഹോദരനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അവരെനിക്ക് തന്ന ദിയയുടെ ധനം നഷ്ടപരിഹാര തുക അത് സ്വീകരിച്ചുകൊണ്ട് മാപ്പാക്കി കൊടുക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെന്നും ഞാൻ അതിൽ തൃപ്തനാണ് എന്നും ഈ സഹോദരൻ പറഞ്ഞപ്പോ അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, അത് നിന്റെ തീരുമാനമാണ്, നിനക്ക് തീരുമാനിക്കാം. എന്നിട്ട് പറഞ്ഞു, മൻ കാനത് ലഹു ദിമ്മതുനാ ഫദമുഹു കദമിനാ വദിയതുഹു കദിയതിനാ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, നമ്മളുടെ സംരക്ഷണത്തിൽ അധീനതയിൽ ഇവിടെ കഴിയുന്ന അമുസ്ലിമീങ്ങളായ ആളുകളുണ്ടെങ്കിലും അവരുടെ രക്തം ആരെങ്കിലും ഹനിച്ചാൽ നമ്മുടെ രക്തം ഹനിച്ച പോലെ അതിനുള്ള മറുപടി അവൻ പറയേണ്ടി വരും, അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. നമുക്കുള്ള സംരക്ഷണം അവർക്കുമുണ്ട് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഖുദ്സിലുണ്ടായിരുന്ന നസാറാക്കളുമായി നടത്തിയതായ കരാറിൽ അവിടെ ഉഹ്ദത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് നൽകിയതായ കരാറിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നു, നിങ്ങൾക്കിവിടെ നിർഭയരായി ജീവിക്കാം, നിങ്ങളുടെ സ്വത്തിനും നിങ്ങളുടെ ജീവനും മാത്രമല്ല നിങ്ങളുടെ വിശ്വാസത്തിനും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഉമറിന്റെ ഭരണത്തിന് കീഴിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് അവിടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ പരിശുദ്ധ ഇസ്ലാം ജീവന് വില കൽപ്പിച്ചു. അനർഹമായൊരു മനുഷ്യന്റെ ജീവൻ എടുത്തുകൂടാ എന്ന് മനുഷ്യരാശിക്ക് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു മനുഷ്യന്റെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതായി ഒരു മനുഷ്യന്റെ സമ്പത്ത് ആ സമ്പത്ത് ഹനിക്കപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമ്പത്ത് ആ സമ്പത്ത് ഹനിക്കപ്പെടാൻ പാടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശനാ ഫലൈസ മിന്നാ, ആരെങ്കിലും വഞ്ചിക്കുകയും അനർഹമായി അർഹിക്കാത്ത സ്വത്ത് കൈവശപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇല്ല, ഒരിക്കലും അവൻ നമ്മിൽപ്പെട്ടവനല്ല. മുസ്ലിമായ ഒരു മനുഷ്യന്, മുഅ്മിനായ ഒരു മനുഷ്യന് ഒരാളുടെ കയ്യിൽ നിന്നും അനർഹമായി ഒരവകാശവും നേടിയെടുക്കാൻ പറ്റുകയില്ല എന്ന് കൃത്യമായി മനുഷ്യരാശിക്ക് പഠിപ്പിച്ചു. സ്വത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് അതാര് തന്നെ എത്ര അധികാരമുള്ളവനാണെങ്കിലും ആരുടെ മുന്നിലും ആരെയും ഭയപ്പെടാതെ അധീനപ്പെടുത്താൻ കഴിവുള്ളവനാണെങ്കിലും റബ്ബിനെ ഭയന്ന് ഒരറാക്കിന്റെ കൊള്ളി പോലും കൈവശപ്പെടുത്തിയാൽ നിങ്ങളുടെ സ്ഥാനം നരകമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. മനിഖ്തതഅ മാല ഇംറിഇൻ ബിഗൈരി മാ വജ്ഹിൻ, മനിഖ്തതഅ മാല ഇംറിഇൻ ബിഗൈരി മാ വജ്ഹിൻ, ഒരാള് ആരുടെയെങ്കിലും സമ്പത്ത്, ധനം അനർഹമായി കരസ്ഥമാക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വഔജബ അലൈഹിൻ നാർ, അല്ലാഹു അവന്റെ മേൽ സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കുകയും അവനിതാ നരകം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ മഹാനായ മഹത്തുക്കളായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൗ കാന ശൈഅൻ യസീറൻ, കുറച്ചാണെങ്കിലും ആളുകൾ വില കൽപ്പിക്കാത്ത നിസാരമായി കാണുന്ന വല്ലതാണ് എടുത്തത് എങ്കിലും ഇപ്രകാരം തന്നെയാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലൗ ഖതീബൻ മിൻ അറാഖിൻ, ഒരറാഖിന്റെ കൊള്ളിയാണ്. ആരും വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ വേണ്ടി മടങ്ങിച്ചെല്ലാത്ത, വില കൽപ്പിക്കാത്ത ഒരു അറാഖിന്റെ കൊള്ളിയാണ് അനർഹമായി എടുത്തതെങ്കിലും അവന് നരകമായിരിക്കും, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിന് കീഴിൽ എത്ര നിർഭയരായാണ്
അവിടെയുള്ള സമാധാനകാംക്ഷികളായ ആളുകൾ മുആഹദീങ്ങൾ ജീവിച്ചിരുന്നത്. മുആഹദി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയുടെ വേളയിൽ അവിശ്വാസികളുമായി കരാറിൽ ഏർപ്പെടുകയാണ്. കരാറിൽ ഏർപ്പെട്ടു. ആ കരാർ എഴുതിയപ്പോ അവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് കരാർ എഴുതാൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, ആ അബൂ ജന്ദലിനെ ഇരു കൈകളിലും ചങ്ങലകൾ ബന്ധിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവന്റെ വിഷയത്തിലാണ് ആദ്യമായി ഹുദൈബിയ സന്ധി നടപ്പാക്കുന്നത് എന്ന് സുഹൈൽ ഇബ്നു അംർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അചറുദ്ദൂനനി ഇലൽ കുഫാരി യുഫ്തിനൂനനി ഫീ ദീനി, എന്റെ വിശ്വാസത്തിൽ നിന്ന് എന്നെ പിറകോട്ട് നയിക്കുന്ന അവിശ്വാസികൾക്ക് എന്നെ എറിഞ്ഞുകൊടുത്ത് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബിർ ഇസ്ബിർ വഹ്തസിബ്, മോനെ നീ ക്ഷമിക്ക്, നീ ക്ഷമിക്ക്, നിനക്ക് അല്ലാഹുവിൽ നിന്ന് അതിയായ പ്രതിഫലമുണ്ട്. ഒരു കാരണമുണ്ട്, നിന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇന്നാ അഹദ്നൽ ഖൗമ അഹ്ദൻ വ ഇന്നാ ലാ നഗ്ദിറു ബിഹിം, ഈ സമൂഹത്തോട് ഒരു കരാറിൽ ഞങ്ങൾ ഏർപ്പെട്ടു പോയി, ഒരു കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചു പോയി. മക്കയിൽ നിന്ന് മദീനത്തേക്ക് അഭയം പ്രാപിച്ചു വരുന്ന ആളുകളെ അവിടേക്ക് സ്വീകരിക്കുകയില്ലേ എന്നും അവരെ തിരിച്ച് മക്കത്തേക്ക് തന്നെ പറഞ്ഞേക്കുമെന്നുള്ള കരാറിൽ ഞാൻ ഒപ്പുവെച്ചു പോയി. വ ഇന്നാ ലാ നഗ്ദിറു ബിഹിം, കരാറിൽ നിന്ന് പിറകോട്ട് പോകാൻ, കരാറിൽ വഞ്ചന കാണിക്കാൻ നമുക്ക് പാടില്ല മോനെ. അതുകൊണ്ട് ഇസ്ബിർ വഹ്തസിബ്, നീ ക്ഷമിക്കുകയും പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ ജാഇലുൻ ലക വലിമൻ മഅക ഫറജൻ വമഖ്റജ, അല്ലാഹു നിനക്കും നിന്റെ കൂടെയുള്ള നിന്നെ പോലെ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്കും ഒരു പോംവഴി കാണിച്ചു തരും. ഉദാത്തമായ പ്രതിഫലം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്, ക്ഷമിക്കുക അബൂ ജന്ദൽ എന്ന് പറഞ്ഞ് തിരിഞ്ഞയക്കുന്ന സന്ദർഭം മുഴുവൻ സ്വഹാബാക്കളും അതൊരു പരാജയമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ സന്ദർഭം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കരാർ അവിടെ പാലിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കൽപ്പന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ വിശ്വസിച്ചവരോട് ആ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വലാ തഖുൻ മൻ ഖാനക, നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ തിരിച്ചു വഞ്ചിക്കരുത്. വഞ്ചിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമുണ്ടാകുകയില്ല. നിങ്ങൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. വലാ തഖുൻ മൻ ഖാനക, വഞ്ചിച്ചവരെ തിരിച്ചു വഞ്ചിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്, അവന്റെ മതത്തിന്, അവന്റെ സമ്പത്തിന് ഇങ്ങനെ കൃത്യമായി ഓരോന്നിനും പരിശുദ്ധ ഇസ്ലാം പവിത്രത കൽപ്പിച്ചു. നാലാമതായി ഒരു മനുഷ്യന്റെ ബുദ്ധി, അവന്റെ വിവേകം, അവന്റെ വിചാരം, അവന്റെ ചിന്ത, ആ ചിന്തയെ മറപ്പിക്കുന്ന മനുഷ്യൻ എന്ന വിശേഷണത്തിൽ നിന്ന് ഒരു മൃഗത്തിന് തുല്യമായി, അല്ലെങ്കിൽ ബൽഹും അവൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചവരായി മനുഷ്യൻ മാറുന്ന രൂപത്തിൽ അവന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളയുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. മദ്യം, മയക്കുമരുന്ന്, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ പരിശുദ്ധ ഇസ്ലാം മുക്തരാക്കി. ഒരു സമൂഹം ചിന്തയുള്ള, വിവേകമുള്ള, തൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും വേർതിരിച്ചറിയുന്ന, ഉമ്മപെങ്ങന്മാരെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രൂപത്തിൽ വിവേകമുള്ള, ചിന്തയുള്ള മനുഷ്യനായി നിലനിൽക്കണം. അവന്റെ ബുദ്ധി മറയാൻ പാടില്ല. ആ ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെയും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും അതിന് സംരക്ഷണം നൽകി. നാലാമതായി മനുഷ്യരാശിയുടെ നിലനിൽപ്പ്, അതിന് കൃത്യമായി കുടുംബം ആവശ്യമാണ് എന്നും ആ കുടുംബത്തിന് നിയമങ്ങൾ ആവശ്യമാണ് എന്നും ഭാര്യയും ഭർത്താവും അവരൊരു കുടുംബമായി ജീവിക്കണമെങ്കിൽ അതിന് കൃത്യമായി നിയമങ്ങൾ ഉണ്ടാകണമെന്നും അതൊരു കരാറാണ് എന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതിനൊരു വ്യവസ്ഥയുണ്ടാക്കി, വിവാഹം എന്നുള്ള വ്യവസ്ഥയുണ്ടാക്കി. ആ വ്യവസ്ഥയിൽ നിന്ന് പരസ്പരം വേർപിരിയാൻ അതിനുള്ള കൃത്യമായ നിയമങ്ങൾ അവർക്ക് പഠിപ്പിച്ചു നൽകി. ഇങ്ങനെ ഒരു മനുഷ്യന്റെ വൈവാഹിക ജീവിതവും അതിലൂടെ ഉണ്ടാകുന്ന കുടുംബം എന്ന് പറയുന്ന മഹനീയമായ മനുഷ്യന്റെ നിലനിൽപ്പും
പരിശുദ്ധ ഇസ്ലാം സംരക്ഷിച്ചു എന്നുള്ളതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനമടയുവാനും അല്ലെ മനുഷ്യരാശിയുടെ ഇവിടെയുള്ള നിലനിൽപ്പിനും അതുപോലെ തന്നെ മനുഷ്യന് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കുവാൻ ഉതകുന്നതിനും അള്ളാഹു പരസ്പരമുള്ള സ്നേഹവും അനുകമ്പയുമൊക്കെ അത് നിങ്ങൾക്കിടയിൽ ഇട്ടുതരുകയും ചെയ്തു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തമാണ്. തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ലോകത്ത് പല രൂപത്തിലുള്ള നിയമ സംഹിതകളും വന്നു. സാമ്പത്തികമായ രംഗത്ത് മുതലാളിത്തം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വ്യക്തികളുടെ സമ്പത്തിന് പ്രാധാന്യം നൽകുന്ന മുതലാളിത്ത നിയമങ്ങൾ വന്നു. എന്നാൽ വ്യക്തികളുടെ സമ്പത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത രൂപത്തിലുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വന്നു. പരിശുദ്ധ ഇസ്ലാം ഈ രണ്ടുപേരുടെയും പ്രശ്നത്തിനൊരു പരിഹാരം മാത്രമാണ് അവർക്ക് മുന്നിലേക്ക് വെച്ചത്. ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാൻ ഇടവന്ന ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രശ്നത്തെ പരിശുദ്ധ ഇസ്ലാം വളരെ ലളിതമായി പരിഹരിക്കുകയാണ് ചെയ്തത്. പൊതുസ്വത്തിന് പ്രാധാന്യമുണ്ട്, വ്യക്തികളുടെ സമ്പത്തിനും തത്തുല്യമായ പ്രാധാന്യമുണ്ട്. രണ്ടും സംരക്ഷിക്കപ്പെടണം. എന്നാൽ പൊതു താല്പര്യവും വ്യക്തികളുടെ താല്പര്യവും പരസ്പര വൈരുദ്ധ്യമായി വരുന്ന സന്ദർഭത്തിൽ തുഖദ്ദമു അൽ മസ്ലഹത്തുൽ ആമ്മ, അഥവാ അവിടെ പൊതു താല്പര്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. എപ്പോൾ മാത്രം വ്യക്തി താല്പര്യവും പൊതു താല്പര്യവും വൈരുദ്ധ്യമായി വരുന്ന വേളയിൽ അവിടെ നിങ്ങൾ പൊതു താല്പര്യത്തിന് മുൻഗണന നൽകണം. അല്ലാത്ത പക്ഷം വ്യക്തി താല്പര്യവും പൊതു താല്പര്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഇങ്ങനെ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ടോ ആ പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പരിശുദ്ധ ഇസ്ലാം അവന് നിഷ്കർഷിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഒരാള് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുകയും ചെയ്താൽ, അവൻ സ്ത്രീയാകട്ടെ അവൻ പുരുഷനാകട്ടെ ആരുമാകട്ടെ, വഹുവ മുഅ്മിൻ, അവനൊരു വിശ്വാസിയാണ് എങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന്റെ ജീവിതം ശാന്തമായ സമാധാനമുള്ള ഒരു നല്ല ജീവിതമായിരിക്കും. വലനജ്സിയന്നഹും, തീർന്നില്ല, അവന്റെ വരാനിരിക്കുന്ന ജീവിതമോ അവിടെ അവന് ഏറ്റവും നല്ല പ്രതിഫലമാണ് അവനെ കാത്തിരിക്കുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരെങ്ങനെ ജീവിച്ചുവോ അതിനേക്കാൾ എത്രയോ നല്ല രൂപത്തിലുള്ള പ്രതിഫലം അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, വളരെ കുടുസായ ഒരു ജീവിതമാണ് അവനെ കാത്തു നിൽക്കുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ത്യദിനത്തിൽ കാഴ്ചയുണ്ടായിട്ടും അന്ധനായ മനുഷ്യനായി അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവൻ അള്ളാഹുവിനോട് ചോദിക്കും, ഞാൻ എൻ്റെ ദുനിയവിയായ ജീവിതത്തിൽ കാഴ്ചയുള്ളവനായിരുന്നിട്ടും ഇന്നേ ദിവസം അന്ധനായി ഞാൻ എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലയോ മനുഷ്യ, നിനക്ക് നേരിലേക്കുള്ള നന്മയിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള മാർഗദർശനവുമായി അമ്പിയാക്കൾ അല്ലേ, അള്ളാഹുവിന്റെ ആയാത്തുകൾ നിന്റെ മുന്നിൽ വന്നെത്തിയപ്പോ, നിനക്ക് ചൊല്ലിക്കേൾപ്പിക്കപ്പെട്ടപ്പോ നിനക്ക് കാണുവാനുള്ള കാഴ്ചയുണ്ടായിരുന്നില്ല, നിനക്ക് ബസീറത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ദിവസം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. കാരണം ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് സമ്പൂർണമാണ്. ആരുടെ മുന്നിലും ലോകത്ത് മനുഷ്യനുണ്ടാക്കിയ ഏത് നിയമങ്ങൾക്ക് മുമ്പിലും പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന പരിഹാരങ്ങളിലേക്ക് പിന്നീട് അവർ മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
നമ്മുടെ നാടിനെ പല നാടുകളിലും വധശിക്ഷ നടപ്പാക്കരുത്, അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന വാദവുമായി പല ആളുകളും കടന്നു വന്നിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ നിഷ്ഠൂരമായി ചില കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയുന്ന, അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. കൊലപാതകികൾക്ക് എന്ത് നൽകണം? വധശിക്ഷ നൽകണമെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്? കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലപാതകത്തിന് നിങ്ങൾ വധശിക്ഷ നൽകണം. അതിൽ ഖിസാസ് പഠിപ്പിക്കപ്പെടാനുള്ള കാരണം തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൽ ജീവനുണ്ട് എന്നാണ്. മറ്റുള്ളവരുടെ സ്വത്തും സമ്പത്തും ജീവനും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് അത്ര കഠിനമായ നിയമങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആളുകൾ വിശ്വസിക്കാനും അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിക്കാനും തയ്യാറാകുന്ന പക്ഷം ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് കോരിച്ചൊരിയുന്നതാണ് എന്ന് മാത്രമല്ല, അങ്ങനെ അവർ തയ്യാറാകുന്ന പക്ഷം അള്ളാഹു അവർക്ക് അവന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഭൂമിയിൽ നിന്നും ഉപരിയിൽ നിന്നും ഭൂമിയിൽ നിന്നും തുറന്നിട്ട് കൊടുക്കും. വലാകിൻ കദ്ദബു, എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ധിക്കാരികളായി അവർ ജീവിക്കുകയും ചെയ്തപ്പോ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലം അവർ അറിയുക തന്നെ ചെയ്തു. മാത്രമല്ല ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്, ഇന്ന് ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആകെ കുഴപ്പമാണ്, മനുഷ്യന്റെ ജീവന് വിലയില്ലാതായിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിന്റെ അടിയാളങ്ങളിൽപ്പെട്ടതാണ് വയക്സുറുൽ ഹർജ്, കൊലപാതകങ്ങൾ ധാരാളമായി വർദ്ധിക്കും. ഖാലു യാ റസൂലല്ലാഹ് വമൽ ഹർജ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, ഹർജ് എന്ന് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊന്നവന് താൻ എന്തിന് കൊന്നുവെന്നോ കൊല്ലപ്പെട്ടവന് താൻ എന്തിന് കൊല്ലപ്പെട്ടുവെന്നോ അറിയാത്ത കാലഘട്ടം വരും. മനുഷ്യന്റെ ജീവൻ ഹനിക്കപ്പെടുന്നു, സ്വത്തുക്കൾ അപഹരിക്കപ്പെടുന്നു, ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നില്ല, സ്വൈര്യമായ ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. ഇതാ ഭൂമിയിലും കരയിലും സമുദ്രത്തിലും എല്ലായിടത്തും കുഴപ്പങ്ങളാണ്, ഫസാദ് പ്രകടമായിരിക്കുന്നു. അത് ബിമാ കസബത് ഐദിൻ നാസ്, ആളുകളുടെ ചെയ്തി കാരണത്താലാണ്. അവർ ചെയ്തതിന്റെ തൽഫലം അവർ അനുഭവിക്കുന്നതിന് വേണ്ടിയും ചിന്തിച്ച് മടങ്ങുന്നതിന് വേണ്ടിയും അത്രേ അവർ ഈ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായ ഭാഗങ്ങളിൽ മാത്രം പരാമർശിക്കുന്ന നിയമങ്ങളല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ പെരുമാറണം, അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽ സ്വഭാവത്തിന്റെ ഏറ്റവും ഉന്നതമായ തലം ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ നിയമങ്ങൾ അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ നിയമങ്ങളും, ആ നിയമങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്ന പക്ഷം ദുനിയവിയായും ഉഖ്റവിയായും അതിൽ ഒരുപാട് നന്മകൾ ഓരോരുത്തർക്കും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖൈറുൽ ഇബാദി വൽ ബിലാദ്, മനുഷ്യരാശിക്കും അതുപോലെ തന്നെ നാടിനും ഗുണമുള്ളതല്ലാത്തൊരു നിയമവും പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന പക്ഷം രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഈ ദുനിയാവിൽ സമാധാനമുള്ള, അള്ളാഹുവിൽ നിന്ന് ഏറെ സമാധാനം ലഭിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരു ജീവിതമായി നമ്മളുടെ ജീവിതം മാറും. മരണാനന്തര ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന സമാധാനമുള്ള ജീവിതമായി ആ ജീവിതവും മാറ്റാൻ നമുക്ക് സാധിക്കും.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ അടുത്തറിയുകയും അതിൻ്റെ മഖാസിദു ശരിയ, എന്തുകൊണ്ടാണ് ശരീഅത്ത് അപ്രകാരം ഒരു നിയമം വെച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദ്വൈമാസം ഇൻഷാ അള്ളാഹ് നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ നിയമങ്ങൾ സമ്പൂർണ്ണമാണ്. അതുപോലെ തന്നെ അത് മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്. ഇസ്ലാം സമ്പൂർണ്ണം സമാധാനം എന്നുള്ളതാണ് നമ്മളുടെ ക്യാമ്പയിൻ്റെ തലക്കെട്ട്. ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം അത് മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി നമ്മൾ ഇതിനെ കാണുകയും അതിൽ ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈർ.